ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ ഈ വീഡിയോയിൽ ഡോക്യുമെന്റ് ചെയ്തേക്കുന്നത് ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു ഔട്ടിംഗ് ആണ്. മഞ്ചവിളാകം എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പൂപ്പൻ്റെ ഒരു തോട്ടമുണ്ട്. അച്ഛൻ പറഞ്ഞു നമുക്ക് ഇന്ന് ലഞ്ച് കഴിഞ്ഞിട്ട് അവിടേക്കൊന്ന് കറങ്ങാൻ പോവാന്ന്. അന്നേരം അമ്മ ചോദിച്ചു എന്നാ പിന്നെ നമുക്ക് ഫുഡൊക്കെ എടുത്ത് അവിടെ കൊണ്ടുവച്ചിട്ട് കഴിച്ചാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ പാക്ക് ചെയ്ത് മഞ്ചവിളാകത്തേക്ക് പോവുകയാണ്. എനിക്ക് കോൾ സീറ്റ് ട്രാവൽ ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ബാക്ക് സീറ്റ് കംപ്ലീറ്റ്ലി എനിക്കങ്ങ് എടുക്കാം. ഇപ്പൊ വാങ്ങിച്ച് കുറച്ചുകൂടി വലുതായോണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്റെ കൂടെ വന്നിരിക്കാറുണ്ട്. ഒരു ഐസ്ക്രീം വണ്ടി പോകുന്ന സൗണ്ടാണ് നിങ്ങളിപ്പോ കേട്ടത്. ഇടയ്ക്ക് ഒരു ബേക്കറി നിർത്തി അപ്പൂപ്പ മിച്ചർ ജിലേബി ലഡു ഒക്കെ വാങ്ങിച്ചു. ഞങ്ങളത് കഴിച്ചാണ് പിന്നെയുള്ള യാത്ര. അതാ ഞങ്ങൾ സ്ഥലത്തെത്തി. ഹായ്, ഒരു പശുക്കുട്ടി. ഇപ്പൊ കുറച്ചധികം ദിവസം ആയതൊന്നും അപ്പൂപ്പൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് അതുകൊണ്ട് ഇവിടെ അത്രയും കാട് പിടിച്ച് കിടക്കുകയാണ്. ഞങ്ങളീ പോകുന്ന ശരിക്കും ഒരു വഴിയാണ്. ഇപ്പൊ പുല്ലൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. റോഡും കാടും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. വഴിയിൽ ഏതോ മരത്തിന്റെ ചില്ലകളൊക്കെ ഒടിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അപ്പൂപ്പ അതൊക്കെ എടുത്ത് മാറ്റുകയാണ്. ഈ തോട്ടത്തിന്റെ കുറച്ചൊരു പോർഷൻ കോഴി ഫാം നടത്താൻ വേണ്ടി വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ വന്നതിന്റെ മെയിൻ ഉദ്ദേശം തന്നെ കോഴി ഫാമും കോഴി കുഞ്ഞുങ്ങളെയൊക്കെ കാണാനാണ്. അങ്ങനെ ആദ്യമായിട്ട് ഒരു കോഴി ഫാമൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങള് പിന്നെയും കുറെ നേരം അവിടെ നടന്നു. ഞാൻ അവിടെ ഒരു കമ്പും കുത്തിപ്പിടിച്ച് മുത്തശ്ശിമാരെ പോലെ നടക്കുകയായിരുന്നു. അതുകൊണ്ടപ്പോ വാച്ചിക്ക് ഒന്ന് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മാമ്മ ഒരു കമ്പ് സെറ്റാക്കി. ഇപ്പൊ കാണുന്നത് ഈ തോട്ടത്തിലുള്ള വീടാണ്. ഇതിനെ ഫാം ഹൗസ് എന്നോ ഗസ്റ്റ് ഹൗസ് എന്നോ ഒക്കെ പറയാം. ഞങ്ങൾ വല്ലപ്പോഴുമാണ് ഇവിടെ വരുന്നത്. സോ ഇവിടെ അത്രയും വലയും പൊടിയും ഒക്കെ പിടിച്ചു കിടക്കുകയാണ്. കുറച്ചേരം അത് ക്ലീൻ ചെയ്തുകൊണ്ട് നിന്നു. ഇത് രണ്ടും റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീൻസ് ആണ്. അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ ശേഷം അമ്മ ഫുഡ് വിളമ്പാൻ തുടങ്ങി. വണ്ടിയുടെ ഡിക്കിയിലായിരുന്നു ഫുഡ് സെറ്റ് ചെയ്ത് വെച്ചത്. ഞാനും ഡിക്കിയുടെ സൈഡിലിരുന്നാണ് കഴിച്ചത്. വീട്ടിൽ നിന്ന് ഇറങ്ങാതെ അച്ഛന് ചട്ടിച്ചോറ് കഴിക്കണമെന്ന് പറഞ്ഞ അമ്മ ഒരു ചട്ടിയും കൂടെ എടുത്തോണ്ടാണ് വന്നത്. ഇവിടെ വന്ന് ചട്ടിയിൽ ചോറ് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞു ആ ചട്ടിച്ചോറ് അപ്പൂപ്പന് കൊടുത്തേക്കാൻ. അച്ഛൻ പ്ലേറ്റ് ചെയ്ത് കഴിച്ചു. വാവച്ച് കുറെ വരിച്ചിട്ട് അതിൽ നിന്ന് കൈയിട്ട് വരി. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞു കൈ കഴുകി എല്ലാരോട് റിലാക്സ് ചെയ്ത് സംസാരിച്ചോണ്ടിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് അച്ഛൻ പറഞ്ഞു റിങ് അറിയണ ടോയും കൂടെ കൊണ്ടുവരാൻ. അങ്ങനെ ഓരോരുത്തരായിട്ട് എറിഞ്ഞെറിഞ്ഞ് കളിച്ചു. കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മാമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് തന്നു. ഞങ്ങൾ അന്നിരുന്ന് കഴിച്ചു.
ഗൈസ് ഇത് റബ്ബർ പാൽ എടുക്കാൻ യൂസ് ചെയ്യുന്ന ചിരട്ടയാണ്. ഇപ്പൊ കുറെ നാൾ കൊണ്ട് വെട്ടില്ലാത്തോണ്ട് ഇങ്ങനെ കഴുകി അടുക്കി വെച്ചേക്കാണ്. അപ്പൊ അത്രേ ഉള്ളൂ ഞങ്ങളുടെ ഈ ഒരു ചെറിയ ഔട്ടിങ്ങിന്റെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റ ബൈ.